ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മളും സംസാരിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് കേട്ടോ. ഇതൊരു ബ്ലാസ്റ്റ് ആയിരുന്നു. കാരണം കാട്ടാളിന് പോയിട്ട് ചടച്ച് കുത്തി വീട്ടിൽ വന്നിട്ട് ഒന്ന് ഉറങ്ങിയിട്ടാണ് ഈ സിനിമയ്ക്ക് പോയത്. അവർ ഉറക്കച്ചടവ് കണ്ട് തുടങ്ങിയ പാഠം, പക്ഷെ കഴിഞ്ഞപ്പോഴത്തേനും ഹൈ എനർജിയിലാണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്. കാരണം വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഭയങ്കരമായ ട്വിസ്റ്റ് സ്റ്റോറി അങ്ങനെയൊന്നുമല്ല. അർജുൻ എന്ന് പറഞ്ഞ നടൻ ഇഷ്ടമുള്ള ആളുകളാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ അവർക്കിത് വല്ലാതെ കണക്റ്റ് ആവും. കാരണം ദ വിൻറ്റേജ് അർജുൻ ഈസ് ബാക്ക്. അതാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ സ്റ്റോറിയെ പറ്റിയൊക്കെ 2-3 അഭിപ്രായങ്ങൾ വരാം. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു ഡീസൻറ്റ് സ്റ്റോറിയിൽ അത്യാവശ്യം കിടിലനായിട്ട് ആക്ഷൻ സെറ്റ് പീസുകൾ സെറ്റ് ചെയ്തിട്ട് മ്യൂസിക് കുറച്ച് ഓവർ ദ ടോപ്പ് ആണെങ്കിൽ പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക്കുകൾ തന്നെയാണ്. രവി ബസൂർ തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക്. വൈബ് പരിപാടി. പിന്നെ മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 3 പേരാണ് മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രീതി മുകുന്ദൻ, പിന്നെ അർജുൻ, പിന്നെ അഭിരാമി. ഇതിൽ പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മാക്സിമം അവർക്ക് ഗ്ലാമറസ് റോളുകളാണ് കൊടുക്കാറ്. പക്ഷേ ഈ സിനിമയിൽ അവരുടെ ഡാൻസോ അല്ലെങ്കിൽ ഗ്ലാമറോ അല്ല, ആക്ഷൻ, പ്യുവർ ആക്ഷൻ. അതും ഭയങ്കര ഗ്രേസും ഓറയും കിട്ടില്ലനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് അഭിരാമി. എൻ്റെ മോനെ, ആ ഒരു വിൻറ്റേജ് അഭിരാമി ലുക്ക് പോരാത്തതിന് അവരുടെ പെർഫോമൻസും ആക്ഷനും അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. ചില ആക്ഷൻ സീക്വൻസിലൊക്കെ ആ സാരി ഇട്ടിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് വില്ലൻ, പിന്നെ ഒരു റൗഡി കുമ്പൽ, പിന്നെ ഒരു എന്താ പറയുക, ഒരു കോൺട്രാക്ട് കില്ലർ, ഒരു ബൗണ്ടി ഹണ്ടർ പോലത്തെ ഒരാൾ, 3-4 സെറ്റ് ഓഫ് വില്ലൻസ്, ഒരു സൈക്കോ ടൈപ്പ് വില്ലനും, മൊത്തം ഇവരെല്ലാവരും കൂടെ ഒരു ഫാമിലി. ട്രെയിലറൊന്ന് കണ്ടു നോക്കും. ഞാൻ ഇതിൻ്റെ കഥയൊന്നും പറയാൻ പോകുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. പടത്തിൻ്റെ മാക്സിമം സ്റ്റോറി അതിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് വില്ലന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 രൂപയുടെ നോട്ടാണ്. അതിന് വേണ്ടിയാണ് ഈ ഫാമിലി എങ്ങനെ ഇതിൽ ഇൻക്ലൂഡ് ആവണോ, ഇവരെങ്ങനെ ഇവരെ ഫേസ് ഓഫ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഈ സിനിമയുടെ സ്റ്റോറി. വളരെ സിമ്പിളായിട്ടുള്ള ലൈൻ തന്നെയാണെങ്കിൽ പോലും കോംപ്ലിക്കേറ്റഡ് ആക്കാത്ത വളരെ സിമ്പിളായ ഒരു സ്റ്റോറി ലൈൻ, ഡീസൻറ്റ് സ്റ്റോറി ലൈൻ, അത്രേ പറയുള്ളൂ. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഒരേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ലാഗില്ല. പ്രത്യേകിച്ച് ഈ മച്ചാൻ്റെ ആക്ഷനും ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് വേറെ ലെവലാണ്. പിന്നെ ഇങ്ങേരും അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബെന്നി കൊക്കനും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വിവേക് പ്രസന്നേനെ വെച്ചതിലൊരു കളി കളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കൈയടിച്ചിരിക്കും. കിട്ടിലിനൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. എന്താണ് ക്യാരക്ടർ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പലർക്കും ആ പേര് പറയുമ്പോൾ മനസ്സിലാവില്ല. ഇതിൽ അമ്മാവുണ്ട്, ആളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വലിയ സ്റ്റോറി ലൈനൊന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറി ലൈനാണ്. എത്ര പേർക്ക് ഈ സിനിമ വർക്കാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ആക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. പടം മൊത്തത്തിലൊരു വൈബ് പടമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു വലിയ ഹെൽപ്പായിരിക്കും. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ വലിയ ഉപകാരം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സിനിമയായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ, ഗുഡ് നൈറ്റ്. എന്തായാലും ബ്ലാസ്റ്റ് കണ്ടു, കാട്ടാളിൻ്റെ ക്ഷീണം മാറി കിട്ടി. അപ്പോൾ അടുത്ത പടമായിട്ട് കാണുന്നവരെ ബൈ.